ഹലോ, ഞങ്ങളിപ്പോൾ ഒസാക്ക എന്നൊരു പട്ടണത്തിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് തുടർന്ന് നിങ്ങൾ ഈ ഒസാക്ക പട്ടണത്തിലെ ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഇവിടെ ഒരു മാർക്കറ്റിൽ ഞങ്ങൾ വന്നാൽ ഈ മാർക്കറ്റ് നിങ്ങളൊന്ന് കണ്ടേ. ഒസാക്കയിൽ ഡട്ടൻബുറി എന്ന് പറഞ്ഞ സ്ഥലമാണിത്. എന്തുട്ടാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാനിങ്ങനെ ഒരു മഹാസമുദ്രത്തിനുള്ളിൽ ഇങ്ങനെ അങ്ങോട്ട് പോവാണ്. കണ്ടോ, ഇവിടെ നോക്കി എന്തുവാ ഇവിടുത്തെ ജനപ്രവാഹം. ഇതിൻ്റെ മനോഹരത നിന്ന് വേറെ. എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ട് കണ്ടോ, എല്ലാം കറുത്ത ജാക്കറ്റിലിട്ടാണ്. ഇതേ കെട്ടിടങ്ങളാണിത്. ഇതൊരു വേറെ സ്ട്രീറ്റ്. ആ സ്ട്രീറ്റിൽ ഇങ്ങനെ കച്ചവടം നടക്കുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ സമയം ഏകദേശം 8 മണി സമയമായി രാത്രി. നമ്മുടെ അവിടേക്കാണെങ്കിൽ അടച്ചു പൂട്ടില്ലേ. ഓസ്ട്രേലിയയിൽ 5 മണിക്ക് അടയ്ക്കും. ഇതിലിങ്ങനെ നടക്കും. ഇതെല്ലാം ടൂറിസ്റ്റുകളാണ്. ഇത് കാണാൻ വരുന്ന ടൂറിസ്റ്റുകളാണ് കേട്ടോ. കണ്ടോ എത്ര മനോഹരം. അതെ, നോക്ക് ഇവിടെയൊക്കെ ഉള്ള സംഗതികളും കണ്ടോ, ഓരോ പിക്ചറും കാര്യങ്ങളും. അപ്പോൾ ഞങ്ങൾ വന്ന ആദ്യ ദിവസമാണ് ഇവിടെ കാലിറങ്ങി. അതിനുശേഷം ഞങ്ങൾ കാണുന്ന കാഴ്ചയാണിത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് മാർക്കറ്റിൽ നിന്ന് കാണാൻ ഇറങ്ങിയതാണ്. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ അനുഭവം എന്നുള്ള കാര്യം ആദ്യമായിട്ടല്ലേ മനസ്സിലാവണം. ഏതായാലും ഇതൊക്കെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളാണ്. ഇവിടെ എല്ലാം നിങ്ങൾ നോക്ക്, വലിയ വലിയ ബിൽഡിങ്സും മനോഹരമായ ഇതൊക്കെയാണ്. പണ്ടത്തെ നമ്മുടെ ബൈബിളിലൊരു ബാബിലോണിൻ്റെ ഇതില്ലേ, ബാബിലോൺ. ഒരു ബാബിലോണിൻ്റെ ചെറിയൊരു പ്രകൃതി ഇത്. ഇവനെല്ലാം കൂടെ കൂടുമ്പോഴാണല്ലോ ബാബിലോൺ ആവണേ. കണ്ടോ മനോഹരമായി. ഞാനങ്ങനെ ആ പട്ടണത്തിൽ നിൽക്കുകയാണ്. ഈ പട്ടണത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഇവരെല്ലാം കർത്താവിലേക്ക് തിരിയണം. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഞങ്ങളതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനേക ജനങ്ങൾ, ഇടത് കൈയും വലത് കൈയും അറിയാത്തൊരു ജനം. ഈ നിലവേ പട്ടണം പോലെയാ കണ്ടോ. അതിന് താഴെ മനോഹരമായി ഒരു കനാല് പോണു. ആ കനാലിൽ കൂടെ ഇതിനെ ഒരു ബോട്ട് സവാരിക്കാർ പറഞ്ഞതുണ്ടോ. ഇവിടെ പൈസ കൊടുത്താൽ ബോട്ടിൽ പോവാം, ഇതിനകത്തൂടെ കയറാം. ആളുകൾ ഇത് എത്ര എണ്ണ വരണത് നോക്കി, നിറച്ചുണ്ട്. അതിനിടയ്ക്ക് കോഫി കടകൾ, പല കടകളുണ്ട്. അതിപ്പോൾ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കണം ഇതിൻ്റെ ഇംഗ്ലീഷ് പേരെന്നാന്ന്. നമുക്കല്ലാതെ ഇത് വായിക്കാൻ പറ്റില്ലല്ലോ. ഇതേ വന്നു നോക്ക് മനോഹരമായി. നമ്മുടെ കൊച്ചിയിലെ മെട്രോ പോലെ തന്നെ, വാട്ടർ മെട്രോ പോലെ ഇവരിവിടെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് സംഘടിപ്പിച്ചിരിക്കുന്നു. സുഷിക്കടയുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇത് ആർട്ടിഫിഷ്യലൊന്നുമില്ല. ഒരു എന്ത് ട്യൂണത്? ബ്ലൂഫിൻ ഉണ്ടോ എഴുതിയുണ്ടോ? ബ്ലൂഫിൻ ട്യൂണ ഓൺ ഡിസ്പ്ലേ 65 കിലോ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്നേക്കാളും ഏകദേശം ഞാനും അവന് ഏതാണ്ട് ഒരേ വെയിറ്റാണ്. നിങ്ങൾക്ക് സങ്കല്പിക്കാമല്ലോ. കണ്ടോ ഇതൊക്കെയാണ് ഇതിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ. ഏതായാലും ഒരിക്കൽ നമ്മൾ ഇതൊരു കടക്കാരനാണ്. പുള്ളി സാൾട്ട് ഒക്കെ വെച്ച ഒക്ടോപ്പസിന് നമുക്ക് പൊരിച്ച് തരുന്നുണ്ട്. കണ്ടോ, അവർ രണ്ടാമന്മാർ കൂടി ഭയങ്കര പരിപാടിയാണ്. ഇത് കമുകുറ എന്നും പറഞ്ഞൊരു സ്ഥലമാണ്. ഇവിടെയും സർവത്ര ഒക്ടോപ്പസിനെ പിടിച്ച് വെച്ചിട്ടുണ്ട്. പല വെറൈറ്റി സാധനങ്ങൾ തിന്നാനായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അടുത്തൊരു തട്ടുകട ഉണ്ടോ. നമ്മുടെ നാട്ടിൽ തട്ടുകട എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതിലൊക്കെ മനോഹരമായിട്ടുണ്ട്. ഇതെല്ലാം എന്തായാലും വൃത്തിയുണ്ട്. എനിക്ക് അവർ ആ സാധനം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഏതാണ്ട് നമ്മുടെ നാട്ടിൽ ഈ ഒക്ടോപ്പസിൻ്റെ ഉണ്ട ഉണ്ടാക്കി വെച്ചിരിക്കുക. നമ്മുടെ നാട്ടിൽ ഈ നോർത്ത് ഇന്ത്യയിൽ നമ്മളൊരു സാധനത്തിൽ കഴിക്കില്ല, അതിൻ്റെ പേര് മറന്നുപോലെയാണ്. അതുപോലെ ഇരിക്കണം. അതേപോലെ മനോഹരമായി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ടോ ഇവിടെ എല്ലാം മീനാ കണ്ടോ. മീനിൻ്റെ ഒരു ശൃംഖലയാണ്. നിങ്ങൾക്ക് ഇത് എന്തുവെന്ന് മനസ്സിലായി? നിങ്ങൾക്ക് ഞണ്ട് ഒരു പ്രത്യേകതരം ഞണ്ടാണ് കണ്ടോ. ഇത് നമ്മൾ കരഞ്ഞണ്ടെന്നൊക്കെ പറയും നമ്മൾ. അതൊന്നും അല്ലത്. അവൻ്റെ ഇവനെ തിന്നാലുണ്ടല്ലോ അവനെ പോലെ ആവും. ആ കളറ് മനുഷ്യന് വയ്ക്കും. അത്ര മനോഹരമായി ഞണ്ട് ഉണ്ടോ. ഇവിടെ എല്ലാം ഞണ്ടിനെ പൊരിച്ച്, ഇത് ഞണ്ടിൻ്റെ മാത്രം കടയാണ്. ഞണ്ടിനെ പൊരിച്ച് അതിൻ്റെ കാല് വേണേൽ നമുക്ക് കാല് തരും. അല്ല അതിൻ്റെ ബോഡി വേണമെങ്കിൽ ബോഡി തരും. എന്ത് വേണേലും തന്നോളൂ കേട്ടോ. അത് ഫ്രഷായിട്ട് പൊരിച്ച് തരും. അതിനകത്തുണ്ട് ഉണ്ടോ.
നമുക്ക് കണ്ടവരുടെ ഞണ്ടിൻ്റെ ഒരു മേളാങ്കളിയാണ് ലൈവ് ഉണ്ടോ. അപ്പം അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. മോളിൽ അവൻ്റെ ഒരു ഫോട്ടോയും വെച്ചിട്ടുണ്ട്. ആഹാ എന്ത് വേണം. ഓക്കെ കണ്ടല്ലോ സംഗതി. ഇതെവിടെ ഏതാണ്ട് സാധനം അത് എന്തുവാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അത് അതൊരു കളിയോ കേട്ടോ. ഞാനോടത്ത് ഏതാണ്ട് തിന്നാനുള്ള സാധനം പൊരിച്ചു വെച്ചേക്കണ പോലെ എനിക്ക് തോന്നിയത്. അതല്ല അത് കേട്ടോ. കണ്ടോ ഇതാണ് ജപ്പാൻ്റെ ഒസാക്ക എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു അതെ തട്ടുകട വേറെ വരണം. കണ്ടോ ബോണ്ട പൊരിച്ചു വെച്ചേക്കും പോലെ സുഖിയൻ ഉണ്ടാക്കി വെച്ചേക്കും പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. ഇത് എന്നാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബാർബിക്യൂ ഇതിനകത്തൊക്കെ ആൾക്കാരുണ്ട്. അതിന് ഇത് ഇറച്ചി വേണ്ട കോബ് ബീഫ് കാൽബി, കോബ് ബീഫ് റിബ്സ്, അങ്ങനെയൊക്കെ ഉള്ള സംവിധാനങ്ങളുണ്ട്. ഓക്കെ അപ്പോൾ സംഗതി കണ്ടല്ലോ. അപ്പോൾ ഇനി ഞങ്ങൾ പതുക്കെ നീങ്ങുകയാണ്. ഇതിനെ പോണ വഴിക്ക് എന്തെങ്കിലും അട്രാക്റ്റീവൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് സംഗതി ഇവിടുത്തെ ഏകദേശം. ഇത് വേറൊരു കട കോസ്മോസ്, അത് ഡ്രഗ് സ്റ്റോറാണ്. നമുക്ക് ഏത് മരുന്ന് വേണമെങ്കിലും അങ്ങോട്ട് കയറിയാൽ മതി. എല്ലാം ഉണ്ട്, ഡ്രഗും എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അവിടെ. അത് അങ്ങനെ ആളുകൾ ഇരുന്ന് ഒരുത്തം തിന്നുന്നു. ഇവിടെ വേറെ ആളുകൾ ഇങ്ങനെ ഫോറിനേഴ്സായിട്ടുള്ള ആളുകളുണ്ട്, വെള്ളക്കാരുണ്ട്, പിന്നെ മറ്റ് പല ആളുകളും വർഗ്ഗക്കാരുണ്ട്. ഏത് ദേശക്കാരെന്തോ ഒരുത്തൻ അവിടെ നിന്ന് വീഡിയോ വിളിക്കുന്നു. ഇത് വേറെ ഒരു കട ഉണ്ട്, ഞണ്ടിൻ്റെ ഒരു കടയാണ്. ഞണ്ട് കടയല്ലോ, അതൊരു പ്ലെയിൻ ഷോപ്പാണ്. അപ്പോൾ ഏകദേശമൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിച്ചു. ഇവിടെ എല്ലാം ടാക്സ് ഫ്രീ കടകളുണ്ട്. അപ്പോൾ നമ്മൾ പാസ്പോർട്ട് കാണിച്ചാൽ മതി, നമുക്ക് ടാക്സ് ഇല്ല കേട്ടോ. ഏത് കടയിൽ കയറി ഏത് സാധനവും വാങ്ങിക്കാം. പാസ്പോർട്ട് കാണിച്ചു കൊടുത്താൽ മതി, നമുക്ക് ടാക്സ്. ഇത് ഒരു കട, ഒരുപാട് ആളുകൾ വന്ന് ഇവരെ കോബ് ബീഫ് സ്റ്റേക്ക് എന്നത് ആളുകൾ നിൽക്കുന്നുണ്ടോ. പിന്നെ രസമായിട്ടാണ് അവരുടെ വൃത്തിയായിട്ടുള്ള കുപ്പിയൊക്കെ വെച്ച നിൽപ്പുണ്ടോ. നമ്മുടെ നാട്ടിൽ പണ്ടത്തെ നേഴ്സുമാർ ഇങ്ങനെ വെച്ച് നിന്നിട്ടുണ്ട്. നേഴ്സുമാരില്ലേ പണ്ടത്തെ കുപ്പിയൊക്കെ തേച്ച് വേന കണ്ടോ. ഇത് പിള്ളേർ തട്ടിപ്പറി കൂടുക, എന്തോ ഇറച്ചി ഈ ചോര ഇറക്കി വെച്ചിരിക്കുന്നു. ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ഇതിനിടയ്ക്കൂടെയൊക്കെ സ്ട്രീറ്റുകളുണ്ട് കേട്ടോ. ഇടയ്ക്ക് സ്ട്രീറ്റുകളുണ്ട്. അതിനിടയ്ക്ക് സ്യൂട്ട് കേസ് കച്ചവടം നടക്കുന്നു. അതിന് $8000. അപ്പോൾ നമ്മുടെ നാട്ടിൽ $80 വരും അതിനൊക്കെ. നാട്ടിലും കിട്ടും. അല്ല നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഓസ്ട്രേലിയയിലും കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഏതാണ്ട് ഉണ്ടകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതെന്താണെന്ന് നമുക്കറിയില്ല, തിന്നു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ. എന്തായാലും ധാരാളം ആളുകൾ അത് വന്ന് വാങ്ങിച്ച് കഴിച്ച് ഭക്ഷിച്ച് തൃപ്തരായി അവർ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഏതായാലും കൊള്ളാം. ഞാനിതിനെ കുറിച്ചുള്ള വിശദമായ വിവരണങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ ശേഷം തരാം. ഇത് ഇവിടെ ഒരു പറഞ്ഞ പോലെ ഒക്ടോബസൊക്കെ ഒരിക്കലും ഒരു കടയും തീർച്ചയായും വെച്ചിരിക്കുന്നു. ഇതിങ്ങനെ 24/7 ആളുകൾ എപ്പോഴും വരുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ നല്ല കൊഞ്ചും കുഞ്ഞിനൊക്കെ പിടിക്കും. അതിൻ്റെ പൊരിച്ച് കണ്ടാൽ തിന്നാതിരിക്കുക. നോക്കി അതിന് വില എന്നാണെന്ന് ഞാൻ ചോദിച്ചില്ല. ഞാനിങ്ങനെ ഇപ്പോൾ തൽക്കാലം നടന്ന് ഇങ്ങനെ ഞങ്ങൾ കണ്ട് തൃപ്തരായി പോവാണ് കേട്ടോ. അതേതാണ്ട് ഒരു സൈസ് മിഠായിയാണ്. ഉണ്ടോ സ്ട്രോബെറി വിൽപ്പനക്കാരൻ, മുന്തിരിങ്ങ വിൽപ്പനക്കാരി, ഇങ്ങനെയൊക്കെ. അത് ഫ്രൂട്ട്സിൻ്റെ കടകളാണ്. ആളുകൾ അതിനകത്തും നല്ല തിരക്കാണ് കണ്ടോ, നല്ല തിരക്കാണ്. ഇങ്ങനെ ഇരുന്ന് തിന്നുന്ന ആൾക്കാരുണ്ട് കേട്ടോ. എത്ര സമയമായാലും ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കുന്ന ആൾക്കാർ. ഇത് കറി കടയുണ്ട്. ഇത് എന്ത് കറിയാണെന്ന് മറ്റേ അറിയില്ല. ഇത് കറിക്കട എന്ന് കണ്ടാൽ നിങ്ങൾ എഴുതിയേക്കണേ. കറി ഇന്ത്യൻസ് ആണോ എന്നൊരു സംശയമില്ലാതില്ല. ഇന്ത്യൻസ് അല്ല അത്, ജാപ്പനീസ്. ഇതെല്ലാം ജാപ്പനീസ് കട. ഇവിടെ ഒന്നും ഇന്ത്യൻസിൻ്റെ കടയൊന്നും ഞാൻ കണ്ടില്ല. കാരണം ദോശയും ചപ്പാത്തിയും ഇഡ്ഡലിയും ഒന്നും നമുക്കിവിടെ കിട്ടുന്ന സംവിധാനമേ ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതിനിടയ്ക്കൂടെയൊക്കെ ഉണ്ട്. അങ്ങോട്ടൊന്നും നമ്മൾ പോണില്ല കേട്ടോ. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കണ്ട കാര്യങ്ങളും വിശേഷങ്ങളും നാട്ടുവിശേഷങ്ങളും ജപ്പാൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ഇതിനെ ഞാൻ വരാം കേട്ടോ. ഓക്കെ എന്നാൽ.